ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ +2 തുല്യത 2025 സോഷ്യോളജിയുടെ ചോദ്യപേപ്പർ വിശകലനമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ 19ാമത്തെ ക്വസ്റ്റ്യൻ വരെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ബാക്കി ഞാൻ വേറെ രണ്ടാമത്തെ ഒരു പാർട്ട് 2 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോയാലോ. 20 മുതൽ 23 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 5 സ്കോർ വീതമാണ് കൊടുത്തിട്ടുള്ളത്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ജാതി വ്യവസ്ഥയുടെ 5 സവിശേഷതകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1 ജനനമാണ് ജാതി നിർണ്ണയിക്കുന്നത്. 2 ജാതി വ്യവസ്ഥ സ്വഗണ വിവാഹം മാത്രമേ അനുവദിക്കുന്നുള്ളൂ. വിവാഹം ജാതിഗണത്തിലെ അംഗങ്ങൾക്കിടയിൽ പരിമിതപ്പെടുത്തിയിരിക്കുന്നു എന്നർത്ഥം. പിന്നെയാണ് ആഹാരത്തെ പറ്റിയും ആഹാരം പങ്കുവെക്കുന്നതിനെക്കുറിച്ചും ജാതി വ്യവസ്ഥയിൽ ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ കാസ്റ്റുകൾക്കിടയിൽ വ്യക്തമായിട്ടുള്ള ശ്രേണീകരണമുണ്ട്. ഓരോ ജാതിയുടെയും പദവിയുടെ അടിസ്ഥാനത്തിലാണ് അത് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ ഒരു കാസ്റ്റുകളിൽ തന്നെ ഒരുപാട് സബ് കാസ്റ്റുകൾ വരുന്നുണ്ട്. കൂടാതെ ഓരോ കാസ്റ്റിനും പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകളുമായിട്ടുള്ള ബന്ധിതമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കും, ഓരോന്നിനും ഓരോ തൊഴിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ മെയിനായിട്ടുള്ള കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആഗോളവൽക്കരണത്തിൻ്റെ വിവിധ മാനങ്ങൾ വിശദീകരിക്കുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്താണ് ആഗോളവൽക്കരണം എന്നുള്ളത് ജസ്റ്റ് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ എഴുതുക കേട്ടോ. ആ വ്യത്യസ്ത ഡയമെൻഷൻസ് എന്ന് പറയുന്നത് സാമ്പത്തിക മാനങ്ങളുണ്ടായിരിക്കും, സാംസ്കാരിക മാനങ്ങളുണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ മാനങ്ങൾ, സാങ്കേതിക മാനങ്ങൾ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അതൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ ഏകദേശം ഒന്ന് വിവരിച്ച് എഴുതിയാൽ മതി ഇതിൻ്റെ ആൻസർ ആയിട്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉദാരവൽക്കരണ സാമ്പത്തിക നയം, രാജ്യാന്തര കോർപ്പറേഷനുകൾ, ഇലക്ട്രോണിക് സമ്പദ് വ്യവസ്ഥ, ജ്ഞാന സമ്പദ് വ്യവസ്ഥ, ധനകാര്യത്തിൻ്റെ ആഗോളീകരണം, ഇതൊക്കെയാണ് ആഗോളവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക മാനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ സാംസ്കാരിക മാനങ്ങളെക്കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സംസ്കാരങ്ങളുടെ ഇടപെടലുണ്ടായിരിക്കും. പിന്നെ ഈ സാംസ്കാരിക ഏകീകരണം, മാധ്യമങ്ങളുടെ സ്വാധീനം, ഇതൊക്കെ നമ്മൾ സാംസ്കാരിക മാനങ്ങളിലും പെടുന്നതാണ്. അപ്പം നമ്മൾ ടെക്സ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ ഈ സാമ്പത്തിക മാനങ്ങളെക്കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒക്കെ ഒരു ഏകദേശം എഴുതിയാൽ മതി കേട്ടോ. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വ്യാവസായികവൽക്കരണവും നഗരവൽക്കരണവും ഒന്നിച്ചുള്ള പ്രക്രിയയാണ്. ഇതിനെ നമ്മൾ വിശദീകരിക്കാനാണ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം എന്തെഴുതണം? വ്യാവസായികവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എഴുതുക. നഗരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എഴുതുക. ഉൽപാദന രംഗത്ത് ആവിശക്തിയോ വൈദ്യുതിയോ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളുടെ കടന്നുവരവാണ് വ്യാവസായികവൽക്കരണം എന്ന് പറയുന്നത്. അടുത്തതാണ് നഗരവൽക്കരണം എന്നല്ലേ. അപ്പോൾ ജനങ്ങൾ ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക് കുടിയേറുകയും നഗരപ്രദേശങ്ങളുടെ ജനസംഖ്യയും വിസ്തൃതിയും വർദ്ധിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് എന്ത് പറയുന്നത്? നഗരവൽക്കരണം എന്ന് പറയുന്നത്. നഗരവൽക്കരണം വ്യാവസായികവൽക്കരണം പരസ്പര പൂരകങ്ങളാണെന്നാണ് പറയണത്. ഇത് രണ്ടും ആദ്യം സംഭവിച്ചിട്ടുള്ള ബ്രിട്ടൻ്റെ കാര്യം തന്നെ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ വ്യാവസായികവൽക്കരണത്തിന് മുൻപ് ബ്രിട്ടൻ തീർത്തും എന്താണ് ഗ്രാമീണമായിട്ടുള്ളൊരു രാജ്യമായിരുന്നു. പക്ഷേ ഈ ഒരു വ്യാവസായികവൽക്കരണത്തെ തുടർന്നിട്ട് അതൊരു നഗര സ്വഭാവമുള്ള രാജ്യമായിട്ട് മാറുകയാണ്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നന്നായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് തന്നെ ചിന്തിച്ചിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. വ്യാവസായികവൽക്കരണം തുടങ്ങുമ്പോൾ ഫാക്ടറികളും വ്യവസായങ്ങളും നഗരങ്ങളിൽ എന്ത് ചെയ്യാണ്? സ്ഥാപിക്കുകയാണ്. അവിടേക്ക് തൊഴിൽ തേടിയിട്ട് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ ഒരുപാട് കുടിയേറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നഗരങ്ങളുടെ ജനസംഖ്യയും വിസ്തൃതിയും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ നഗരവൽക്കരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഈ രണ്ടും, അതായത് വ്യാവസായിക വളർച്ച അല്ലെങ്കിൽ നഗരങ്ങളുടെ വളർച്ച, ഇതും പിന്നെ നമ്മുടെ നഗരവൽക്കരണം, വ്യാവസായികവൽക്കരണം എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള കാര്യങ്ങളാണെന്ന് നമുക്ക് എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ചേരുംപടി ചേർക്കുക എന്നുള്ളത് അല്ലേ. അപ്പം ആൻസർ നോക്കാം. ആര്യ സമാജം പഞ്ചാബാണ് ആൻസർ വരുന്നത്. ബ്രഹ്മസമാജം ബംഗാളാണ് കേട്ടോ. സംസ്കൃതവൽക്കരണം ആരാണ്? MN ശ്രീനിവാസ് ആണ്. സംസ്കൃതവൽക്കരണം MN ശ്രീനിവാസ് ആണ്. ബഹുവിവാഹം ജഹനാര ഷാനവാസ്, ഇന്ദുപ്രകാശ് വിദ്യാസാഗർ. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്തത് 24 മുതൽ 27 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാർക്ക് വീതമാണ് കിട്ടുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ ലിംഗാനുപാതം കുറയുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ പട്ടികപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ ആൻസർ വരുന്നത് ആരോഗ്യപരമായ കാരണങ്ങൾ, പ്രസവത്തോടെയുള്ള സ്ത്രീകളുടെ മരണം, പോഷകാഹാരക്കുറവ്, വൈദ്യസഹായത്തിൻ്റെ ലഭ്യത കുറവ്, ഗതാഗത സൗകര്യമില്ലാത്തത്,
സ്ത്രീധനം, ഭ്രൂണഹത്യ, അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യയിലെ ലിംഗാനുപാതം കുറയുന്നതിന് പിന്നിലുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. 25ാമത്തത്, ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിന് ഭീഷണി എന്ന നിലയിൽ വർഗീയതയെ വിശകലനം ചെയ്യുക എന്നതാണ്. ഇതിൻ്റെ ആൻസർ നമ്മൾ ഓൾറെഡി പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഭാഗത്തിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ ശേഷം ഇന്ത്യ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും അടിസ്ഥാനമാക്കിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രമാകണമെന്ന് ഭരണഘടന പ്രഖ്യാപിക്കുകയുണ്ടായി. എന്നാലോ ഇന്ത്യൻ രാഷ്ട്ര നിർമ്മാണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് നിന്നിട്ടുള്ളതായിരുന്നു വർഗീയത എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ചിലതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ പല മതങ്ങളും ഭാഷകളും സംസ്കാരങ്ങളും ഉള്ള ഒരു രാജ്യമാണ്. വർഗീയത മതാധിഷ്ഠിത വൈരാഗ്യം വളർത്തി ദേശീയ ഐക്യം ദുർബലപ്പെടുത്തുന്നു. ഈ വർഗീയത എന്നുള്ളത് ഒരു ദേശീയ ഐക്യത്തിന് ഭീഷണിയായിട്ട് മാറുന്നുണ്ട്. കൂടാതെ ഒരുപാട് കലാപങ്ങളും അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട് സാമൂഹികപരമായിട്ടുള്ള. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മതകലാപങ്ങൾ, സമുദായ സംഘർഷങ്ങൾ, ഇതൊക്കെ രാജ്യത്തിൻ്റെ സാമൂഹിക സൗഹൃദത്തിനെയാണ് തകർക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ പഠിച്ചില്ലെങ്കിലും എഴുതിയെടുക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് കേട്ടോ. 26ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ വിമർശനാത്മകമായിട്ട് വിശകലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആദ്യം എന്താണ് ഹരിത വിപ്ലവം എന്നുള്ള ചെറുതായിട്ടുള്ള രീതിയിൽ എഴുതിയെടുക്കുക. കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ളൊരു വിപ്ലവമാണ് എന്തെന്ന് പറയുന്നത്, ഹരിത വിപ്ലവം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിത് വിമർശനാത്മകമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. നമ്മൾ അതിൻ്റെ പോയിന്റ്സ് എഴുതുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ വിമർശനാത്മകമായിട്ടാണിത് വിശകലനം ചെയ്യേണ്ടത്. അപ്പോൾ ഹരിത വിപ്ലവത്തിൻ്റെ സാമൂഹ്യ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? ഹരിത വിപ്ലവം ഇടത്തരം കർഷകർക്കും വൻകിട കർഷകർക്കും മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പ്രയോജനപ്പെട്ടിട്ടുള്ളത്. ചെറുകിട കർഷകർക്ക് അതിൻ്റെ ഒരു തരത്തിലുള്ള ഗുണഫലങ്ങളും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. അടുത്തത്, ചെലവേറിയ സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിന് ചെറുകിട കർഷകർക്ക് എന്ത് ചെയ്തില്ല, അവർക്ക് സാധിക്കുകയുണ്ടായിരുന്നില്ല. കാരണം അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വാങ്ങേണ്ടതായതുകൊണ്ട് അവർക്ക് അതിനുള്ള ഒരു ഇൻകം അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. പിന്നെ പുതിയ വിത്തിനങ്ങളും രാസവളങ്ങളും വാങ്ങാനുള്ള പണം ചെറുകിട കർഷകർക്ക് ഉണ്ടായിരുന്നില്ല. കൂടാതെ അസമത്വങ്ങൾ രൂപം കൊണ്ടു വൻകിട കർഷകർ വിപണിയെ ലക്ഷ്യമാക്കിയിട്ട് ഉൽപ്പാദനം നടത്തി. ഈ ചെറുകിട കർഷകർക്കാണെങ്കിൽ അവരുടെ ഒരു ഉപജീവന കൃഷി മാത്രമായിട്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. സമ്പന്ന കർഷകർ കൃഷിയിൽ നിന്നും വൻ ലാഭം ഉണ്ടാക്കുകയും എന്നാൽ ഈ ദരിദ്ര കർഷകർ എന്ത് ചെയ്യുകയാണ്, ദരിദ്രരായിട്ട് തന്നെ തുടർന്ന് വന്നു. കുടിയാന്മാരെ കൃഷിഭൂമിയിൽ നിന്നും കുടിയൊഴിപ്പിക്കുന്നതിനൊക്കെ ഇടവരുത്തിയിട്ടുണ്ടായി. ഇത്തരത്തിലുള്ള ഒരുപാട് പോയിന്റ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. എന്നിട്ട് നമ്മളിതിനെ വിമർശനാത്മക രീതിയിൽ നമ്മളിതിനെ വിശകലനം ചെയ്യണം. 27ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, സംഘടിത മേഖലയും അസംഘടിത മേഖലയും തമ്മിൽ താരതമ്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആദ്യം ഇത് രണ്ടും എന്താണെന്നുള്ള എഴുതുക. എന്നിട്ട് ടേബിളായിട്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആദ്യം സംഘടിത മേഖല പറയാം. 10ഓ അതിലധികമോ ആളുകൾ വർഷം മുഴുവൻ പണിയെടുക്കുന്നതാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. ഈ സ്ഥാപനങ്ങൾ ഗവൺമെൻറ്റിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. തൊഴിലാളികൾക്ക് ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. തൊഴിൽ സുരക്ഷയുണ്ട്. തൊഴിലാളി യൂണിയനുകളും ഉണ്ടായിരിക്കും. ഇതാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അസംഘടിത മേഖലയോ, 10ൽ താഴെ ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളാണിത്. ഗവൺമെൻറ് രജിസ്റ്റർ ചെയ്യാത്ത സ്ഥാപനങ്ങളാണ്. കൃത്യമായി ശമ്പളവും പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും ഒന്നും ഇതിൽ ലഭിക്കണം എന്നുള്ള ഒരു നിബന്ധനയുമില്ല. പിന്നെ അതേപോലെ തന്നെ തൊഴിൽ സുരക്ഷ ഉണ്ടായിരിക്കില്ല. തൊഴിലാളി യൂണിയനുകളും കുറവായിരിക്കും. ഇത് സംഘടിത മേഖലയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്നുള്ളത് ഓർത്താൽ മതിയേ. അപ്പോൾ ഇതിൻ്റെ ആൻസർ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്തതാണ് 28 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതുക. 8 സ്കോർ വീതമാണ് ഓരോന്നിനും ലഭിക്കുക. 28ാമത്തെ ക്വസ്റ്റ്യൻ, അവകാശത്തിനും സമത്വത്തിനും വേണ്ടിയുള്ള ഇന്ത്യൻ സ്ത്രീകളുടെ പോരാട്ടങ്ങൾ വിശദീകരിക്കുക എന്നുള്ളതാണ്. ഇന്ത്യയിൽ ധാരാളം വനിതാ പ്രസ്ഥാനങ്ങൾ ദേശീയ തലത്തിലും പ്രാദേശിക തലത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. പുരുഷാധിപത്യ ഇന്ത്യൻ സമൂഹത്തിൽ സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ സമരങ്ങൾ ചെയ്തിട്ടുണ്ട്. സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, സമത്വത്തിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് വനിതാ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് വ്യുമൻസ് ഓൾ ഇന്ത്യ അസോസിയേഷൻ. പിന്നെ ഒരെണ്ണമാണ് ഓൾ ഇന്ത്യ വിമൻസ് കോൺഫറൻസ്, നാഷണൽ കൗൺസിൽ ഫോർ വിമൻ ഇൻ ഇന്ത്യ. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വനിതാ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ദേശീയ പ്രസ്ഥാനങ്ങളുടെ വളർച്ചയോടെ സ്ത്രീകൾ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ സജീവമായിട്ട് പങ്കെടുക്കാൻ വേണ്ടി തുടങ്ങി.
വനിതകളുടെ ക്ഷേമത്തിനും ദേശീയ വിമോചനത്തിനും വേണ്ടിയിട്ട് പ്രവർത്തിച്ചെങ്കിലും ഒരു സാമൂഹ്യ പ്രസ്ഥാനം എന്ന നിലയിൽ കാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നും നടത്താൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനങ്ങൾക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും വനിതകളുടെ പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ പ്രസ്ഥാനങ്ങൾക്കൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കൊളോണിയൽ കാലഘട്ടത്തിൽ ഗോത്രവർഗ കർഷക പ്രസ്ഥാനങ്ങളിൽ സ്ത്രീകൾ പുരുഷന്മാരോടൊപ്പം തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മുടേതായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്കിതിൽ എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, പഞ്ചായത്ത് രാജ് എന്നാൽ എന്താണെന്നുള്ളത് നമ്മൾ എഴുതണം. അതിൻ്റെ കൂടെ തന്നെ പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വിശദമായിട്ട് വിവരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാമീണ ഇന്ത്യയിലെ പ്രാദേശിക സ്വയംഭരണ സംവിധാനമാണ് പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത്. ത്രിതല പഞ്ചായത്ത് കിടക്കുന്നത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് എന്നുള്ളതാണ്. അപ്പോൾ 20 ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും 73ാം ഭേദഗതി ഒരു ത്രിതല പഞ്ചായത്ത് സമ്പ്രദായം വ്യവസ്ഥപ്പെടുത്തുന്നുണ്ട്. ഓരോ 5 വർഷം കൂടുമ്പോഴും നിർബന്ധമായും തിരഞ്ഞെടുപ്പ് നടത്തണം. സംവരണ തത്വം പാലിക്കണം. ത്രിതല പഞ്ചായത്തുകളുടെ അടിസ്ഥാന ഘടകം ഗ്രാമസഭകളുമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ആദ്യം എഴുതി വെച്ചതിന് ശേഷം പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്താണെന്നുള്ളത് വിശദീകരിക്കുക കേട്ടോ. അതേതൊക്കെയാണ്? സാമ്പത്തിക പുരോഗതിക്കായുള്ള പദ്ധതികൾ തയ്യാറാക്കുക, സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികൾ പ്രോത്സാഹിപ്പിക്കുക, നികുതികൾ, തീരുവകൾ, ട്രോളുകൾ, ഫീസുകൾ ഇതൊക്കെ ചുമത്തുകയും പിരിച്ചെടുക്കുകയും ചെയ്യണം. പ്രാദേശിക അധികാരികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നത് പോലുള്ള ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സഹായിക്കുക, ശ്മശാനങ്ങൾ സംരക്ഷിക്കുക, ജനന മരണ രജിസ്റ്ററുകൾ സൂക്ഷിക്കുക, മാതൃശിശുക്ഷേമ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക, അലഞ്ഞു തിരിയുന്ന കന്നുകാലികളുടെ നിയന്ത്രണം, കുടുംബാസൂത്രണത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇങ്ങനെ ഒട്ടനവധി സംഭവങ്ങളാണ് ഈ ഒരു പഞ്ചായത്തിൻ്റെ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും എന്ന് പറയുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ചിലത് മാത്രം നമ്മൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇനി ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ് 30ാമത്തേത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിർവചിക്കുക. അതുപോലെ തന്നെ സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും 2 സിദ്ധാന്തങ്ങൾ വിവരിക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം? സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് നിർവചിക്കണം. സമൂഹത്തിൽ ഗുണകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാനായി ഒരു വിഭാഗം ജനങ്ങൾ നടത്തുന്ന ആസൂത്രിതവും സംഘടിതവുമായ ശ്രമങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് സാമൂഹ്യ പ്രസ്ഥാനത്തിന് നിർവചനം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങളും നേട്ടങ്ങളും ഇതൊക്കെ നമുക്ക് കൈവരിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. സമൂഹത്തിൽ നിലനിന്നിട്ടുണ്ടായിരുന്ന സതി നിങ്ങൾക്കറിയാവുന്നതാണല്ലേ. സതി, അയിത്തം ഇത്തരത്തിലുള്ള എല്ലാ അനാചാരങ്ങളും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളാണേ. ഇതിൽ നമ്മൾ വേണമെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ സവിശേഷതകളൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമേ. പിന്നെയാണ് നമ്മളോട് ചോദിച്ച ഇതിൽ കൂട്ടത്തിലുള്ള ഒരു ചോദ്യമാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ഏതെങ്കിലും 2 സിദ്ധാന്തങ്ങൾ വിവരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ഒരുപാട് നിരവധി സിദ്ധാന്തങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മൾ ഒരു 2 നോക്കുകയാണെങ്കിൽ ആപേക്ഷിക അപഹരണ സിദ്ധാന്തമുണ്ട്, മാൻകർ ഓൾസിൻ്റെ സിദ്ധാന്തമുണ്ട്, വിഭവ സജ്ജീകരണ സിദ്ധാന്തമുണ്ട്. ഇതിൽ നമുക്ക് 2 ഇപ്പം തൽക്കാലം പറയാം. ആദ്യത്തേതാണ് ആപേക്ഷിക അപഹരണ സിദ്ധാന്തം. ഒരു സാമൂഹ്യ വിഭാഗം മറ്റുള്ളവരെക്കാൾ മോശമാണ് തങ്ങളുടെ അവസ്ഥ എന്ന് ചിന്തിക്കുമ്പോഴാണ് സാമൂഹ്യ സംഘർഷം ഉണ്ടാകുന്നതെന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയണത്. ഇത്തരത്തിലുള്ള സംഘർഷം സംഘടിതമായിട്ടുള്ള പ്രതിഷേധത്തിന് കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഈ സിദ്ധാന്തത്തിന് ചില പരിമിതികളുണ്ട്. തിരസ്കരിക്കപ്പെട്ടു എന്ന വികാരം പല സന്ദർഭങ്ങളിലും ജനങ്ങൾക്ക് ഉണ്ടാകാറുണ്ടെങ്കിലും അവയെല്ലാം സാമൂഹ്യ പ്രസ്ഥാനങ്ങളായി മാറണമെന്നില്ല. അപഹരണ ബോധം പോലെ തന്നെ പ്രധാനമായിട്ടുള്ളതാണ് നേതൃത്വവും സംഘാടനവും. ഇത് രണ്ടും ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളാണ്. ഇതാണ് ആപേക്ഷിക അപഹരണ സിദ്ധാന്തം എന്ന് പറയുന്നത്. അടുത്തൊരു തിയറിയാണ് മാൻകർ ഓൾസൻസ് തിയറി അല്ലെങ്കിൽ മാൻകർ ഓൾസൻ്റെ സിദ്ധാന്തം. മാൻകർ ഓൾസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആള് അദ്ദേഹത്തിൻ്റെ ദി ലോജിക് ഓഫ് കളക്റ്റീവ് ആക്ഷൻ എന്ന പുസ്തകത്തിലൂടെ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ്. സ്വാർത്ഥ താല്പര്യം പിന്തുടരുന്ന യുക്തിബോധമുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളാണ് സാമൂഹ്യ പ്രസ്ഥാനങ്ങളുടെ ഉയർച്ചയ്ക്ക് കാരണമെന്നാണ് ഓൾസൻ വാദിച്ചിട്ടുണ്ടായിരുന്നത്. സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ പങ്കാളിയാകണമെങ്കിൽ
ഒരു വ്യക്തിക്ക് നഷ്ടത്തേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടായിരിക്കണമെന്നും അദ്ദേഹം സമർത്ഥിക്കുകയുണ്ടായി. പക്ഷേ ഈ ഒരു അഭിപ്രായത്തോട് പല ആൾക്കാരും യോജിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാഭനഷ്ടങ്ങൾ കണക്ക് കൂട്ടിയിട്ടല്ല ജനങ്ങൾ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതെന്ന് വിമർശകരായിട്ടുള്ള ആൾക്കാർ വാദിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതാണ് രണ്ടാമത്തെ ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസോഴ്സ് മൊബിലൈസേഷൻ തിയറി അല്ലെങ്കിൽ വിഭവ സമാഹരണ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിദ്ധാന്തം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം വിവരിച്ചാൽ മതി. ഇതാണ് 30ാമത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത് 2025 തുല്യത സോഷ്യോളജി ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇനി നമുക്ക് ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ് തുടങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ തുല്യത +2 ക്ലാസ്സുകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും +1 അല്ലെങ്കിൽ ഇനി ചേരാനിരിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാവും എന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്യുക. ഓരോ ക്ലാസ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ എനാബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം.